ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 4ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഓൾ യു ഹൂ സ്ലീപ്പ് ടുനൈറ്റ് എന്ന പോമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പോമിൽ വന്നിട്ടുള്ളത്, അതിൻ്റെ മീനിങ്സ് എന്തൊക്കെയാണ്, ഇതിലെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, റീഡ് ദ പോം ഗിവൺ ബിലോ. താഴെ തന്നിട്ടുള്ള പോം വായിക്കാനാണ്. ഇറ്റ് ഈസ് അബൌട്ട് വാട്ട് വി ഫീൽ വെൻ വി ആർ ഫാർ ഫ്രം അവർ ലവ്ഡ് വൺസ്. എന്താണ് ഇതിൽ പറയുന്നത്, എന്തിനെ കുറിച്ചിട്ടാണ്? കുറച്ച് അകലെയുള്ള ഒരാൾക്ക്, ഒരു ഇഷ്ടപ്പെട്ട ഒരാളെ ഇല്ലാതാകുമ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഫീലിങ്സ്, അയാളുടെ ആ ഒരു പ്രസൻസ് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീലിങ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ പാരൻസ് ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മളൊന്നും ഇല്ലാത്തൊരവസ്ഥ അവർക്ക് ഭയങ്കര ഒരു ഇതായിരിക്കില്ല, പക്ഷെ അവർക്ക് പോവാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻസിൽ അവർക്ക് ഉണ്ടാവുന്ന ഫീലിങ്സിനെ അതിനെക്കുറിച്ച് പറയുന്ന ഒരു പോമാണ് ഓൾ യു ഹൂ സ്ലീപ്പ് ടുനൈറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ഈ പോമിൽ പറയുന്നതെന്ന് ആദ്യം നോക്കാം. ഓൾ യു ഹൂ സ്ലീപ്പ് ടുനൈറ്റ് ഫാർ ഫ്രം ദ വൺസ് യു ലവ്. എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ദൂരെ ഇട്ടിട്ട്, ഒരാളെ ദൂരെയാക്കിയിട്ട് നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ, ഉറങ്ങുന്ന ആളുകളെ ഹു നോ ഹാൻഡ്സ് ടു ലെഫ്റ്റ് ഓർ റൈറ്റ്. എന്താണ്? അത്തരത്തിൽ ഉറങ്ങുന്ന ആളുകൾക്ക് ലെഫ്റ്റിലും റൈറ്റിലും നോ ഹാൻഡ്സ്, എന്താണ്? ഒരു കൈകളുമില്ല. അതിനർത്ഥം ആരുമില്ല, തൊട്ടടുത്ത് ആരുമില്ല. ആൻഡ് എംറ്റീസ് അബവ്, അവരുടെ മുകളിൽ എന്താണ്? വെറും ശൂന്യത മാത്രമാണ്, എംറ്റിനെസ് മാത്രമാണ് അവർക്കുള്ളത്. ചുറ്റും റൈറ്റോ ലെഫ്റ്റോ ഒന്നും നോക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആരും ഉണ്ടായിരിക്കില്ല. അവരറിയാത്ത ഒരുപാട് പേരായിരിക്കും അല്ലേ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആരും ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർക്ക് മുകളിലും ഒരു ശൂന്യത മാത്രമായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുന്നത്. നോ ദാറ്റ് യു ആറൻറ്റ് അലോൺ. എന്താണ്? പക്ഷെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ദ ഹോൾ വേൾഡ് ഷെയർസ് യുവർ ടിയേഴ്സ്. എന്താണ്? നിങ്ങളുടെ കണ്ണുനീര് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സം ഫോർ 2 നൈറ്റ് ഓർ 1. എന്താണ്? ചിലപ്പം അത് 1 or 2 രാത്രികളായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക. ആൻഡ് സം ഫോർ ഓൾ ദെയർ ഇയേഴ്സ്. പക്ഷെ ചിലപ്പോൾ എന്താണ്? ആ ഒരു കണ്ണുനീരുകൾ നിങ്ങളുടെ വർഷങ്ങളോളം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഇപ്പം എന്താണ് പറയുന്നത്? ചിലപ്പോൾ നമ്മളൊരു അറിയാത്ത സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അല്ലേ. ചിലപ്പോൾ ആ പരിചയപ്പെടുന്ന ആളുകൾ 1 or 2 ദിവസം മാത്രമായിരിക്കും നമ്മുടെ കൂടെ ഉണ്ടാവുക. ചിലപ്പോൾ എന്താണ്? നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാനും സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് വിഷമിക്കണ്ട, നിങ്ങളുടെ ആ കണ്ണുനീരൊക്കെ ഷെയർ ചെയ്യാൻ ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു പോമാണ് അല്ലേ, ചെറിയ പോമാണ്, ആകെ 2 സ്റ്റാൻസ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? നമ്മളും ഇതേപോലെ ഓരോ കാര്യങ്ങൾക്ക് ദൂരെ നമ്മുടെ ഇഷ്ടപ്പെട്ടവരെയൊക്കെ നമ്മുടെ വീട്ടിലും മറ്റുമൊക്കെ ഇട്ടേച്ച് പോകുമ്പോഴും നമ്മുടെ കൂടെ നമുക്ക് എപ്പോഴും നമ്മുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാനൊക്കെ ആരെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും എന്നാണ് നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്കിതിൽ നേരെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് പോയറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. എബൌട്ട് ദ പോയറ്റ്. വിക്രം was born on 20 June 1952 in Calcutta. കൽക്കട്ടയിൽ 1952 ജൂൺ 20 വിക്രം സേത് എന്ന ഈ പോയറ്റ് ജനിച്ചിട്ടുള്ളത്. ഹി വാസ് എ ഫേമസ് ഇന്ത്യൻ നോവലിസ്റ്റ് ആൻഡ് പോയറ്റ്. അദ്ദേഹം ഇന്ത്യയിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള നോവലിസ്റ്റും പോയറ്റും കൂടെയാണ്. ഹി ഹാസ് won several awards such as പത്മശ്രീ, ദ സാഹിത്യ അക്കാദമി അവാർഡ്, പ്രവാസി ഭാരതീയ സമ്മൻ എക്സെട്ര. ഇത്തരത്തിലുള്ള അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇനി നേരെ നമുക്ക് ലെറ്റ്സ് എക്സ്പ്ലോർ ദ പോം എന്നുള്ള ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ഹൂസ് കമ്പനി ഡു യു വിഷ് ടു സ്ലീപ്പ്. നിങ്ങൾക്ക് ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങാൻ ഇഷ്ടമുള്ളത്? ആരുമായിട്ട് ഉറങ്ങാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പാരൻസുമായിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ മൈ പാരൻസ് എന്ന് കൊടുക്കുക. അല്ല നിങ്ങളുടെ സിബ്ലിങ്സുമായിട്ടാണെങ്കിൽ സിബ്ലിങ്സ് എന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അവിടെ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു പീപ്പിൾ ഫീൽ വെൻ ദേ ആർ ഫാർ ഫ്രം ദെയർ ലവ്ഡ് വൺസ്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ ദൂരെയാണെങ്കിൽ അവർക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക? അയാളുടെ പ്രസൻസ് ഇല്ല എങ്കിൽ അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത്? എന്തായിരിക്കും? ദേ ഫീൽ ലോൺലിനെസ് ആൻഡ് സാഡ്. അവർക്ക് വളരെ വിഷമവും അതുപോലെ തന്നെ സാഡും ഒക്കെ ഫീൽ ചെയ്യും. തേർഡ് ക്വസ്റ്റ്യൻ, വൈ ഡസ് ദ പോയറ്റ് സേ യു ആർ നോട്ട് അലോൺ. എന്തുകൊണ്ടാണ് പോയറ്റ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ പോയറ്റ് സേസ് ദാറ്റ് ദ ഹോൾ വേൾഡ് ഈസ് വിത്ത് അസ്. എന്താണ്? ഈ വേൾഡ് മൊത്തം നിങ്ങളുടെ കൂടെയുണ്ട്. റെഡി ടു ഷെയർ അവർ ടിയേഴ്സ്. നമ്മുടെ ആ കണ്ണുനീരും നമ്മുടെ സങ്കടങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോകം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് പോയറ്റ് അങ്ങനെ പറയുന്നത്. Then fourth question, suggest another title based on the theme of the poem. ഈ പോമിന്റെ തീം അനുസരിച്ച് നിങ്ങളുടെ അടുത്ത് വേറെ ഒരു ടൈറ്റിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്.
നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്, യു ആർ നോട്ട് അലോൺ, എന്താണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളത്. ദെൻ ഫിഫ്ത്ത് വൺ, പിക്ക് ഔട്ട് ദ റൈമിംഗ് വേർഡ്സ് യൂസ് ഇൻ ദ പോം. ഈ പോമിലുള്ള റൈമിംഗ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റൈമിംഗ് വേർഡ്സ് നമുക്കറിയാം ഒരേ സൗണ്ട്സ് വരുന്നതാണ് അല്ലേ. ഇവിടെ ഏതൊക്കെയാണ്? ടു നൈറ്റ്, റൈറ്റ്, ലവ്, അബവ്, അലോൺ, വൺ, ടിയേഴ്സ്, ഇയേഴ്സ്. ഇതൊക്കെ എന്താണ്? റൈമിംഗ് വേർഡ്സ് ആണ്. ഇതൊക്കെ ഈ പോമിലുള്ള റൈമിംഗ് വേർഡ്സ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ആണ് നോ ദാറ്റ് യു ആറിൻറ്റ് അലോൺ. വാട്ട് ഡസ് ദിസ് ലൈൻ മീൻ? എന്താണ്? നിങ്ങളുടെ അടുത്ത് ഈ പോമിൽ പറയുന്നുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ഒറ്റക്കല്ല എന്ന് മനസ്സിലാക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത്? റൈറ്റ് ഡൗൺ യുവർ കമൻറ്റ്സ്. എന്താണ് നിങ്ങളുടെ കമൻറ്റ്സ് എന്നുള്ളത് അവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത്? എന്താണ് പോയറ്റ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? എന്താണ്? ഇറ്റ് മീൻസ് ദാറ്റ് നോ വൺ ഈസ് അലോൺ ഇൻ ദെയർ ലൈഫ്. അവരുടെ ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരാൾ ഒറ്റക്കല്ല. ദർ ആർ മെനി പീപ്പിൾ അറൗണ്ട് അസ് ടു ഷെയർ അവർ സാഡ്നെസ് ആൻഡ് സോറോസ്. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും. ദർ ആർ മെനി പീപ്പിൾ ടു ലവ് ആൻഡ് പ്രൊട്ടക്റ്റ് അസ്. നമ്മളെ ഒരുപാട് ആളുകൾ സംരക്ഷിക്കാനും സ്നേഹിക്കാനും ഒക്കെ ഉണ്ടായിരിക്കും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റയ്ക്കല്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ദെൻ സെക്കൻഡ് ആക്ടിവിറ്റി, ദ ഹോൾ വേൾഡ് ഷെയർ യുവർ ടിയേഴ്സ്. എന്താണ്? നിങ്ങളുടെ ഈ വേൾഡ് മൊത്തം നിങ്ങളുടെ സങ്കടങ്ങൾ, നിങ്ങളുടെ കണ്ണീരൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഷെയർ യുവർ ടിയേഴ്സ് മീൻസ്? ഇവിടെ ഷെയർ യുവർ ടിയേഴ്സ്, നിങ്ങളുടെ കണ്ണുനീര് ഷെയർ ചെയ്യുക എന്നതുകൊണ്ട് എന്താണ് എക്സ്പ്രസ് ചെയ്യുന്നത്? ഡു യു ഫൈൻഡ് കംഫർട്ട് വെൻ യു ഷെയർ യുവർ ടിയേഴ്സ് വിത്ത് അതേഴ്സ്? ഷെയർ യുവർ എക്സ്പീരിയൻസസ് ഇൻ ദ ക്ലാസ്. ഇതേപോലെ നിങ്ങളുടെ കണ്ണുനീരൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ പാരൻസായിട്ടോ സിബ്ലിങ്സ് ആയിട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അത് ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ക്ലാസ്സിലൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മാത്രം മതി. ദെൻ തേർഡ് ആക്ടിവിറ്റി, കളക്ട് പോംസ് റിലേറ്റഡ് ടു ദ തീം ഷെയറിങ്. ഷെയറിങ് എന്നുള്ള തീം വെച്ചുകൊണ്ടുള്ള കുറച്ച് പോംസ് കളക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യു മേ പ്രസൻറ്റ് വൺ ഓഫ് ദ പോംസ് ഇൻ യുവർ ക്ലാസ്. എന്നിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു പോം നിങ്ങളൊന്ന് പ്രസൻറ്റ് ചെയ്യുക. റൈറ്റ് ദ ടൈറ്റിൽ ഓഫ് ദ പോംസ് പ്രസൻറ്റഡ് ബൈ യുവർ ഫ്രണ്ട്സ്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞിട്ടുള്ളത്? അതിന് ടൈറ്റിലും കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് രണ്ട് പോംസ് നോക്കാം. ഫസ്റ്റ് വൺ, ദ ജോയ് ഓഫ് ഷെയറിങ്. When we share our toys and our time, we show our friends that we truly care and shine. The joy of sharing is a happy feeling. It brings us closer and our heart start revealing. Okay? മറ്റൊരു പോമാണ് sharing is caring. Sharing is caring is true. When we share with others, it shines right through. A smile, a toy or a helping hand, sharing is caring across this ലാൻഡ്. ഓക്കെ, ഇനി ഇതേപോലെയുള്ള മറ്റൊരു പോമും കൂടെയാണ് എന്ത്? എ ഷെയറിംഗ് ഹാൻഡ് എന്ന് പറയുന്നത്. എ ഷെയറിംഗ് ഹാൻഡ് ഈസ് എ ഹെൽപ്പിംഗ് ഹാൻഡ്. ഇറ്റ് റീച്ച് ഔട്ട് ടു ദോസ് ഇൻ നീഡ് across this land. It shares its time, its talents and its gold. A sharing hand is a heart that's bold. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പോംസ് ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ദ ഗിവിംഗ് ട്രീ എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.